കോയമ്പത്തൂരുള്ള കസിൻ്റെ വീട്ടിൽ പോയപ്പോഴാണ് ഇവനെ കണ്ടത്. അന്നേരം ഒന്നും നോക്കിയില്ല, ഇവനെ കൊണ്ടുവരാൻ ഓർത്തു. വേറൊന്നും കൊണ്ടല്ല, അവർക്ക് ഓൾറെഡി 2 ഡോഗുണ്ട്. അപ്പം മോക്കയ്ക്കൊരു കൂട്ടാകുമല്ലോ എന്ന് ഓർത്ത് ഇവനെ അവിടെ നിന്ന് പൊക്കിയതാണ്. പിന്നെ ധോണിയിൽ ഇഷ്ടംപോലെ സ്ഥലവും അവനെ ഓടിക്കളിക്കാനുണ്ടല്ലോ, അപ്പം അവനെ കൊണ്ടുവരാൻ പോയി. നമുക്കൊരു കൂട്ടൊക്കെ വേണ്ടേ? കുപ്പിയും പിന്നെ അവൻ്റെ ടവലൊക്കെ എടുത്തപ്പോൾ അവൻ വിചാരിച്ചു അവനെ എവിടെയോ യാത്ര ഉണ്ട്. അതിനാണ് മേലോട്ട് നോക്കിയിരിക്കുന്നത്. അപ്പം ഞങ്ങൾ നേരെ ഹാച്ചിയുടെ എടുത്തു. ചക്കുൻ്റെ ഭയങ്കര കമ്പനിയല്ലോ. റെഡി ആയിട്ട് നിൽക്കുകയായിരുന്നു അല്ലേ? ഇരുന്നോ അച്ചി. കിടന്നോ. ഗുഡ് ബോയ് കിടന്നോ കേട്ടാ. അവന് സങ്കടം ഉണ്ടായിരുന്നു പോകാൻ. പിന്നെ വീടൊക്കെ പുറകിലോട്ട് നോക്കി ആൾക്കാരെയൊക്കെ നോക്കി ഒരു ഗുഡ് ബൈ ഒക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ വീട്. ഇനി മോക്കെ ഹാച്ചിയും കൂടെ സെറ്റാണ്. അതിൻ്റെ ബാറ്റിലാണ് നടക്കുന്നത്. രണ്ടുപേരും അന്തം വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. മോക്ക പിന്നെ കുറച്ചുകൊണ്ട് ചോദിക്കുന്നത് എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ, ആരെയാണ് ഈ വീട്ടിലോട്ട് കൊണ്ടുവരുന്നതെന്നാണ്. ഫസ്റ്റ് കണ്ടത് രണ്ടുപേരും മുരളിച്ചയായിരുന്നു. ബ്രീഡ് ചെയ്യാൻ പെൺപിള്ളേരെ കൊണ്ടുവരുന്നുണ്ട്. അവൻ്റെ വിചാരം ഇവനെ ബ്രീഡ് ചെയ്യിക്കാൻ കൊണ്ടുവന്നതാണോന്ന്. അങ്ങനെ വന്ന് നല്ല ഫുഡിങ് ഒക്കെ കഴിഞ്ഞ് രണ്ടുപേരെ ഒരുമിച്ച് അവരുടെ റൂമിലോട്ട് കയറ്റി. മോക്ക പിന്നെ പാവം ആയതുകൊണ്ട് രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്യാൻ വലിയ ടൈമൊന്നും എടുത്തില്ല. ഇപ്പം തന്നെ ഹാച്ചി ഓൾറെഡി വെയിറ്റിംഗാണ്. പിന്നെ ഞങ്ങളുടെ മോക്കയ്ക്ക് പിന്നെ വലിയ ജലസൊന്നുമില്ല കേട്ടോ, ആരുമായിട്ടും അഡ്ജസ്റ്റ് ആയിക്കോളും, പാവമാണ്. വാക്കിങ്ങിനൊക്കെ പോയാൽ ധോണിയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കാമല്ലോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പിന്നെ വാക്കിങ്ങിന് പോയി. ആച്ചി മൊക്കയുടെ കലാപരിപാടികളൊക്കെ കണ്ട് ഇവൻ എന്തൊക്കെയായി കാണിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ വീട്ടിലൊരു സ്വിമ്മറും ഉണ്ട്, ഇപ്പോൾ ഒരു റണ്ണറും ഉണ്ട്. ഇനി നാട്ടിൽ വരുമ്പം സൂക്ഷിച്ചോണങ്ങടാ.